ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു കിടിലൻ രുചിയിലുള്ളൊരു മോമോസാണ് കേട്ടോ. നമ്മുടെ നേപ്പാളിൽ നിന്ന് നമുക്ക് കിട്ടിയ നല്ല രുചിക്കൂട്ട് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. നോമ്പ് തുറക്കൊക്കെ പറ്റിയ നല്ലൊരു എണ്ണയില്ലാത്ത പലഹാരം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഹെൽത്തി ആയിട്ട് നോമ്പ് തുറക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ കിടിലൻ മോമോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം കേട്ടോ. മോമോസിൻ്റെ കൂടെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയുടെ റെസിപ്പിയും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മോമോസ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു 100 ഗ്രാം അളവിൽ ചിക്കൻ ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബോൺലെസ് പീസസ് ചിക്കനാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു വലിയ സവാളയാണ് കേട്ടോ, അത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ശരിക്കും ഇത് എരിവൊന്നും അധികം ഇല്ലാത്തൊരു റെസിപ്പിയാണ്, അതുകൊണ്ട് നമുക്ക് 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ സോയാ സോസും 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. എല്ലാം കൂടെ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് യോജിച്ച് വരണം. അപ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ മോമോസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഫില്ലിംഗ് ഒക്കെ ഏറെക്കുറെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള ബേസ് തയ്യാറാക്കാം കേട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ 1 കപ്പ് അളവിൽ മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറേശ്ശെ അളവിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് സാധാ പച്ചവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത മാവ് ഇതാ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ചപ്പാത്തി പ്രസ്സോ അതല്ലെങ്കിൽ നമുക്ക് സാധാ ചപ്പാത്തി പരത്തുന്ന പോലെയൊക്കെ പരത്തിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ പ്രസ്സിൽ വെച്ചിട്ടാണ് എളുപ്പത്തിന് അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ടിലൊക്കെ ഇങ്ങനെ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെയാണ് പെട്ടെന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് നടുവിലായിട്ട് നമ്മൾ പരത്തിയെടുത്ത ആ ഒരു ബേസിൻ്റെ നടുവിലായിട്ട് നമ്മുടെ ഫില്ലിങ്സ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് നടുവിലേക്ക് നമ്മുടെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് നടുവിലേക്കിട്ട് ഒന്ന് കൂട്ടി പിടിച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് നടുവൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ കാണിക്കുന്ന പോലെ ശരിക്കും അതിൽ കാണുന്നില്ല കേട്ടോ, ക്യാമറ കുറച്ചൊന്ന് നീങ്ങിപ്പോയായിരുന്നു. കണ്ടില്ലേ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മുകളിലായിട്ട് കൊണ്ടുവന്നിട്ട് ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി. അങ്ങനെ എല്ലാ ഫില്ലിങ്സും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മോമോസൊക്കെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവും. ഒന്ന് ആവി കയറ്റി എടുത്താൽ സംഭവം റെഡിയാവും കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്കൊന്ന് പരത്തി വെച്ചിട്ട് നമുക്കൊന്ന് റെഡിയാക്കാം. അവിടെ നമ്മുടെ ഇഡ്ഡലിച്ചെമ്പിലൊക്കെ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കാൻ കേട്ടോ. ഒരു 10-15-20 മിനിറ്റോളം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിൻ്റെ ഇടയിൽ നമുക്ക് മോമോസിനുള്ള ചട്നിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ടൊമാറ്റോയും ഒരു 3 റെഡ് ചില്ലിയും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കുക്ക് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് ടൊമാറ്റോൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ടൊമാറ്റോയും അതുപോലെ തന്നെ 3 റെഡ് ചില്ലിയും കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതൊക്കെ നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാനൊന്ന് ചതച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ അരച്ച് വെച്ച ആ ഒരു തക്കാളി പേസ്റ്റിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോയാ സോസും 1 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ
റെഡ് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ലൂസായിട്ടിരിക്കും. കട്ടിയിലാണ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പരുവത്തിൽ തന്നെ ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ മോമോ ചട്നി ഇവിടെ റെഡിയായി. അതുപോലെ തന്നെ നമ്മുടെ മോമോസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മയോണൈസിൻ്റെ കൂടെയും പിന്നെ ഈ ഒരു ചട്നിയുടെ കൂടെയും നമ്മുടെ മോമോസ് എടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ചൂടോടുകൂടി തന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മളിങ്ങനെ കഴിച്ചു പോകും. അത്രയ്ക്കും രുചിയാണ്. നല്ലൊരു സോഫ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. എന്തായാലും നിങ്ങൾ ഇഫ്താറിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.